ശക്തന്റെ തട്ടകത്തിൽ ദൃശ്യശ്രാവ്യ വിരുന്നൊരുക്കി ഇന്ന് തൃശൂർ പൂരം. പുലർച്ചെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടെയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള ചെറുപൂരങ്ങളുടെ വരവിന് തുടക്കമായത്. 7:30-യോടെ തെക്കേ ഗോപുര നടവഴിയാണ് കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. പിന്നാലെ 8 ഘടകക്ഷേത്രങ്ങളിലെ പൂരങ്ങളും വടക്കുംനാഥിൽ എത്തും. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, വിശദാംശങ്ങൾ. ഗീവർഗീസ്, ഇപ്പോൾ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്ഷേത്ര നടയിലേക്ക് എഴുന്നള്ളിപ്പ് കയറുന്ന ഒരു ചടങ്ങോടുകൂടി തന്നെ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് പൂരവരവിന് തുടക്കമാകുകയാണ്. മറ്റ് ഘടകക്ഷേത്രങ്ങളിൽ നിന്നുകൂടി ഇത്തരത്തിൽ എഴുന്നള്ളിപ്പ് എത്തിച്ചേരും. അല്പസമയത്തിനകം രാവിലെ 5 മണിയോടുകൂടി തന്നെയാണ് ഈ എഴുന്നള്ളത്ത് ആരംഭിച്ചത്. കുളശ്ശേരി ക്ഷേത്രത്തിൽ എത്തി ഒറ്റ ആനപ്പുറത്ത് എത്തിയ എഴുന്നള്ളിപ്പ് കുളശ്ശേരി ക്ഷേത്രത്തിലെത്തി 5 ആനകളുടെ അകമ്പടിയോടെയാണ് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. ഇവിടെ നിന്ന് 4 ആനകൾ കൂടി ചേർന്ന് പിന്നീട് ഇപ്പോൾ 9 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടവഴി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നലെ പൂര വിളംബരം ചെയ്തുകൊണ്ട് നെയ്തലക്കാവിൽ അമ്മയുടെ തിടം പേറ്റിയ തെച്ചിക്കൂട്ടേന്ദ്രൻ തുറന്നിട്ട തെക്കേ ഗോപുര നടവഴിയാണ് കണിമംഗലം ശാസ്താവ് ഉള്ളിൽ പ്രവേശിക്കുന്നത്. തെക്കേ ഗോപുര നടവഴി ഉള്ളിൽ പ്രവേശിക്കുന്ന ഏക പൂരവും ഇത് തന്നെയാണ്. കണിമംഗലം ശാസ്താവ് തന്നെയാണ്. ദേവഗുരുവിൻ്റെ സ്ഥാനമുള്ള ബൃഹസ്പതിയുടെ പ്രതിഷ്ഠയാണ് കണിമംഗലം ക്ഷേത്രത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദേവഗുരുവായി ബഹുമാനിക്കപ്പെടേണ്ട ആളായതുകൊണ്ട് തന്നെ വടക്കുംനാഥനെ നേരിട്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വടക്കുംനാഥൻ എണീറ്റ് നിന്ന് ദേവഗുരുവിനെ ബഹുമാനിക്കണം എന്നൊരു ആചാരമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വടക്കുംനാഥനെ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് തെക്കേ ഗോപുര നടവഴി ഉള്ളിൽ പ്രവേശിക്കുന്ന കണിമംഗലം ശാസ്താവ് പടിഞ്ഞാറേ നടവഴി പുറത്തേക്ക് ഇറങ്ങുകയാണ് പതിവ്. തൊട്ട് പിന്നാലെ മറ്റ് ഘടകക്ഷേത്രങ്ങളിൽ കൂടി ഇവിടെ എത്തിച്ചേരും. ചെമ്പുക്കാവ്, പനമുക്കുംപള്ളി ശാസ്താവ് എന്നീ 2 ദേവതകൾ മാത്രമാണ് കിഴക്കേ ഗോപുര നടവഴി ഉള്ളിൽ പ്രവേശിക്കുന്നത്. അവശേഷിക്കുന്ന 5 ക്ഷേത്രങ്ങളും 5 ഉപദേവതകളും പടിഞ്ഞാറേ നടവഴിയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഏതായാലും ഇപ്പോൾ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് പൂര ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കണിമംഗലം ശാസ്താവ് ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ ഇപ്പോൾ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. 9 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ വാദ്യ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കാഴ്ച കാണാൻ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മറ്റ് ഘടകപൂരങ്ങളും എഴുന്നള്ളും. ഇപ്പോൾ 7 മണിയോടുകൂടി തന്നെ പ്രധാന പൂരത്തിലെ നടത്തിപ്പുകാരായ തിരുവമ്പാടിയുടെ മഠത്തിലേക്കുള്ള വരവ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റു ക്ഷേത്രങ്ങളിലും അനുബന്ധമായ ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ചടങ്ങിന് ശേഷമാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവും അതിനുശേഷം നടക്കുന്ന പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്രമേളവും തെക്കോട്ടിറക്കവും കുടമാറ്റവുമാണ് പൂരത്തിലെ ഏറ്റവും വർണ്ണാഭമായ ചടങ്ങുകൾ. ആൾത്തിരക്കുണ്ടായി തുടങ്ങിയിട്ടുണ്ടോ ദിൽജിത്ത്? ഹലോ. തീർച്ചയായും ഗീവർഗീസ്, രാവിലെ മുതലുള്ള ഈ ചടങ്ങുകൾ കാണാൻ നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കണിമംഗലം ശാസ്താവ് ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. തുടർന്ന് കുളശ്ശേരി ക്ഷേത്രത്തിൽ എത്തുകയും 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് തുടരുകയും ചെയ്തു. വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായാണ് ഈ അകമ്പടി സേവിക്കുന്ന ആനകളുടെ എണ്ണം 9 ഉയർന്നത്. തൊട്ടു പിന്നാലെയാണ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടവഴി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പൂരത്തിന് മുമ്പോടിയായുള്ള ചടങ്ങുകളിൽ ഏറ്റവും കൂടുതൽ ജനസാന്നിധ്യം ഉണ്ടായത് ഇന്നലെ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റിയ തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ ക്ഷേത്ര തെക്കേ ഗോപുരനട തള്ളിത്തുറക്കുന്ന കാഴ്ച കാണാനാണ്. ആയിരങ്ങളാണ് ഇവിടെ ഇന്നലെ ആ ചടങ്ങ് കാണാൻ എത്തിച്ചേർന്നത്. വർഷത്തിൽ 2 തവണ മാത്രമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട തുറക്കുന്നത്. പൂരത്തിനും അതോടൊപ്പം ശിവരാത്രി ദിനത്തിൽ മാത്രമാണ് തെക്കേ ഗോപുര നട തുറന്നിടുന്നത്. ഇപ്പോൾ പൂരത്തിനായി തുറന്ന തെക്കേ ഗോപുര നടവഴി കണിമംഗലം ശാസ്താവിൻ്റെ പൂരവരവ് ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൊട്ടു പിന്നാലെ മറ്റു ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളത്ത് കൂടി ഇവിടെ എത്തിച്ചേരും.
ഏതായാലും ഈ വർണ്ണാഭമായ പൂരച്ചടങ്ങുകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് ഗീവർഗീസ്. ഏവരും കാണാൻ ആഗ്രഹിക്കുന്നതാണ് കുടമാറ്റം. എത്ര മണിയോടെയാണ് കുടമാറ്റം ആരംഭിക്കുക? അതിൻ്റെ വിവരങ്ങൾ കൂടി ദിൽജിത്ത്. ഗീവർഗീസ്, ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ ചെറുപൂരങ്ങളുടെ വരവാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പൂരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തിരുവമ്പാടിയും പാറമേക്കാവും ആണ്. ആ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളത്ത് തിരുവമ്പാടിയുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള പൂരപ്പുറപ്പാട് ഇപ്പോൾ 7 മണിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. തിരുവമ്പാടിയുടെ പുറപ്പാട് മഠത്തിൽ എത്തുകയും നാരസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി മഠത്തിൽ എത്തുകയും അവിടുന്ന് പിന്നീട് പഞ്ചവാദ്യം ആരംഭിക്കുകയും ചെയ്യും. ആ ഒരു മേളത്തിൻ്റെ 3 മണിക്കൂർ നീളുന്ന ഒരു പഞ്ചവാദ്യ മേളത്തിൽ അതിനുശേഷമാണ് ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തുന്നത്. അതിനിടയിൽ തന്നെ 12 മണിയോടുകൂടി തന്നെ പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. ഈ 12 മണിക്കുള്ളിൽ മറ്റ് ഘടകക്ഷേത്രങ്ങൾ 8 ഘടകക്ഷേത്രങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള മറ്റ് പൂരപ്പുറപ്പെടുകളെല്ലാം ക്ഷേത്രത്തിലെത്തി 12 മണിയോടുകൂടി തന്നെ പുറത്തേക്ക് വരും. അതിനുശേഷം പാറമേക്കാവിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ആരംഭിക്കുകയും പാറമേക്കാവിൽ നിന്നുള്ള പൂരപ്പുറപ്പാട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഇലഞ്ഞിത്തറയിൽ എത്തി മേളപ്രമാണി പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 250-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കുകയും ചെയ്യും. ക്ഷേത്രത്തിനുള്ളിൽ പാണ്ടിമേളം കൊട്ടുന്ന ഏക ചടങ്ങായ ഇലഞ്ഞിത്തറ മേളം എന്ന ആ ഒരു വലിയ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സിംഫണി എന്ന് വിശേഷണമുള്ള ഇലഞ്ഞിത്തറ മേളം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആരംഭിക്കും. 2 മണിക്കൂറാണ് ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ദൈർഘ്യം. ഈ ഒരു വാദ്യ മേളം അത് കഴിഞ്ഞ ശേഷമാണ് തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വങ്ങൾ തെക്കേ ഗോപുരം നടവഴി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. അഭിമുഖമായി അണിനിരുന്ന ശേഷമാണ് പിന്നീട് വർണ്ണാഭമായ കുടമാറ്റം ആരംഭിക്കുന്നത്. വൈകിട്ട് 5:30 കുടമാറ്റത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക. നന്ദി ദിൽജിത്ത്. തൃശ്ശൂർ പൂരത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ചെറുപൂരങ്ങളുടെ വരവ് തുടങ്ങിയിരുന്നു. ആ വിവരങ്ങളാണ് ദിൽജിത്ത് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. അറസ്റ്റിലായ പറവൂർ എസ്.ഐ ദീപകിനെ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. RTF ഉദ്യോഗസ്ഥരെയും ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് തീരുമാനം. അതേസമയം തന്നെ പറവൂർ CI ക്രിസ്മിൻ സാമിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. വരാപ്പുഴ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുവെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ആലുവ പോലീസ് ക്ലബിൽ അന്വേഷണ സംഘത്തലവൻ IG ശ്രീജിത്തുമായും ADGP B സന്ധ്യയുമായും DGP കൂടിക്കാഴ്ച നടത്തി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ടോ? അവർ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ഞാൻ ആക്ച്വലി എനിക്ക് മനസ്സിലായി. ഞാൻ 5-10 മിനിറ്റ് സംസാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഫാമിലിയാണോ ഫയൽ ചെയ്തിരിക്കുകയാണോ? അപ്പോൾ കോടതി തീരുമാനിക്കും. നമുക്കൊന്നും അവിഹിത ബന്ധത്തിന് തടസ്സമാകുന്നതിനാൽ സ്വന്തം മകളെയും മാതാപിതാക്കളെയും വിഷം നൽകി കൊലപ്പെടുത്തിയതായി പിണറായി തുടർമരണ കേസിൽ അറസ്റ്റിലായ സൗമ്യയുടെ കുറ്റസമ്മതം. 11 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് സൗമ്യ കുറ്റസമ്മതം നടത്തിയത്. ഇളയ മകൾ കീർത്തനയുടേത് സ്വാഭാവിക മരണം ആയിരുന്നുവെന്നും സൗമ്യ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. സൗമ്യ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കണ്ണൂർ പിണറായിലെ തുടർമരണങ്ങളിൽ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് സൗമ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മൂത്ത മകൾ 9 വയസ്സുകാരി ഐശ്വര്യ, മാതാവ് കമല, പിതാവ് കുഞ്ഞിക്കണ്ണൻ എന്നിവരെ എലിവിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് സൗമ്യ സമ്മതിച്ചത്. ഐശ്വര്യയ്ക്ക് ചോറിലും കമലയ്ക്ക് മീൻകറിയിലും കുഞ്ഞിക്കണ്ണന് രസത്തിലും എലിവിഷം കലർത്തി നൽകി. മകൾ ഐശ്വര്യയുടെ മരണത്തിൽ ആർക്കും സംശയം തോന്നാത്തത് തുടർ കൊലപാതകങ്ങൾക്ക് പ്രേരണയായി. 2012 സെപ്റ്റംബർ 7 മരിച്ച ഇളയ മകൾ കീർത്തനയുടേത് സ്വാഭാവിക മരണമായിരുന്നു എന്നാണ് സൗമ്യയുടെ മൊഴി. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് സൗമ്യയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കുടുംബത്തിലെ 4 പേരും ഛർദ്ദി ബാധിച്ചാണ് മരിച്ചത്. കമലയുടെയും കുഞ്ഞിക്കണ്ണന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ അലൂമിനിയം ഫോസ്ഫൈഡിന്റെ അംശം കണ്ടെത്തിയതാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ആസാറാം ബാപ്പു പ്രതിയായ ബലാത്സംഗ കേസിൽ കോടതി ഇന്ന് വിധി പറയും. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ആശ്രമത്തിൽ വെച്ച് പീഡിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെട്ടാൽ 10 വർഷം വരെ തടവ് ലഭിക്കും. രാജസ്ഥാനിലും ഗുജറാത്തിലുമായി 2 ബലാത്സംഗ കേസുകളാണ് ആസാറാം ബാപ്പുവിന്റെ പേരിൽ നിലവിലുള്ളത്. വിധി പറയുന്നതിന്റെ ഭാഗമായി പെൺകുട്ടിയുടെ വീടിനും ജോധ്പൂരിലും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ജോധ്പൂർ കോടതി ജഡ്ജി മധുസൂദനൻ ശർമ്മ ഈ മാസം ആദ്യം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം കേട്ട ശേഷം കേസ് വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. വിധി പ്രതികൂലമാണെങ്കിൽ ആസാറാം ബാപ്പു എന്ന സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ അനുയായികൾ അക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് രാജ്യത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്.
രാജസ്ഥാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജോധ്പൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് പ്രത്യേക വിചാരണ കോടതി സ്ഥാപിച്ചാണ് വിധി പറയുക. രാജസ്ഥാനിലും ഗുജറാത്തിലുമായി 2 ബലാത്സംഗ കേസുകളാണ് അസാറാം ബാപ്പുവിന്റെ പേരിലുള്ളത്. ജോധ്പൂരിന് സമീപം മനായ് ഗ്രാമത്തിലെ ആശ്രമത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അസാറാം ബാപ്പു ബലാത്സംഗം ചെയ്തുവെന്നാണ് ആദ്യത്തെ കേസ്. പീഡനത്തിനിരയായ പെൺകുട്ടി 2013 ആഗസ്റ്റ് 20-നാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ കേസ് നടന്നുകൊണ്ടിരിക്കെ അഹമ്മദാബാദിനടുത്തുള്ള ആശ്രമത്തിൽ അസാറാം ബാപ്പുവും മകൻ നാരായൺ സായിയും പീഡിപ്പിച്ചെന്നാരോപിച്ച് സൂറത്ത് നിവാസികളായ 2 സഹോദരികൾ രംഗത്ത് വന്നു. ഇതേ തുടർന്ന് നാരായൺ സായിയും പോലീസ് പിടിയിലാവുകയായിരുന്നു. പ്രദേശത്ത് ക്രമസമാധാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഗുജറാത്ത് രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾക്ക് പ്രത്യേക നിയന്ത്രണവും കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് മേധാവി അറിയിച്ചു. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നീതി ലഭിക്കുമെന്നും പെൺകുട്ടിയുടെ കുടുംബം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. കത്വ പീഡന കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതികൾ ജമ്മു കാശ്മീർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. കേസിലെ തെളിവുകൾ നശിപ്പിച്ചതിന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സബ് ഇൻസ്പെക്ടർ ആനന്ദ് ദത്തയും സ്പെഷ്യൽ പോലീസ് ഓഫീസർ ദീപക് ഗജൂരിയുമാണ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നുമാണ് പ്രതികൾ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടി അതിക്രമത്തിനിരയായ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയ തലമുടി, രക്തസാമ്പിളുകൾ എന്നിവ DNA പരിശോധനയിൽ പ്രതികളുടേതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതേസമയം കത്വ പീഡന കേസിൽ വ്യാജ പ്രചരണം നടത്തിയതിന് പ്രതിഭാഗം അഭിഭാഷകനെതിരെ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കും. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സജ്ജി റാമിന്റെ മകൻ വിശാൽ ശർമ്മയ്ക്കെതിരെ മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് നിർബന്ധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷിമൊഴി നൽകുന്ന തരത്തിലുള്ള വീഡിയോ പ്രാഥമിക പരിശോധനയിൽ കോടതിക്ക് പുറത്താണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് നിർബന്ധിച്ചതിനാലാണ് കേസിലെ സാക്ഷി പ്രതികൾക്കെതിരെ മൊഴി നൽകിയതെന്ന് പറയുന്ന ഒരു CD നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നിൽ പ്രതിഭാഗം അഭിഭാഷകനാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കത്വ ബലാത്സംഗ കേസിൽ മാധ്യമങ്ങൾ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ കേസിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. ഏപ്രിൽ 18-ന് കേസ് പരിഗണിച്ച കോടതി ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയെ തിരിച്ചറിയുന്ന രീതിയിൽ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ 10 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. തുക ജമ്മു കാശ്മീരിലെ ഇരകളുടെ പുനരധിവാസ ഫണ്ടിലേക്ക് നൽകുമെന്നും കോടതി അറിയിച്ചിരുന്നു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഗീത P. മിത്തൽ, ജസ്റ്റിസ് C. ഹരിശങ്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. കോൺഗ്രസിന്റെ കൈകളിൽ മുസ്ലിം രക്തക്കറയുണ്ടെന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ പരാമർശം വിവാദമാകുന്നു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നടന്ന പരിപാടിക്കിടെ ഒരു വിദ്യാർത്ഥി ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് ഖുർഷിദ് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ പറഞ്ഞ മറുപടിയിൽ ഖേദമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സൽമാൻ ഖുർഷിദ്. കോൺഗ്രസ് അധികാരത്തിലിരിക്കെ ഉണ്ടായ കലാപങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദ്യാർത്ഥിയുടെ ചോദ്യം. മുസ്ലിം മതവിശ്വാസികളുടെ രക്തത്തിന്റെ കറ കോൺഗ്രസിന്റെയും തന്റെയും കൈകൾ പറ്റിയിട്ടുണ്ടെന്നും ആ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ആ കളങ്കം തന്റെ കൈകളിലുണ്ടെന്നും ഖുർഷിദ് പറയുകയുണ്ടായി. ചരിത്രം തിരുത്താനാണ് പാർട്ടി ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലായിരുന്നു ഖുർഷിദ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഷിംപുര, മല്യാന, മീററ്റ്, മുസാഫർ നഗർ, ബഗൽപൂർ, മൊറാദാബാദ് തുടങ്ങിയ മുസ്ലിം വിരുദ്ധ കലാപങ്ങളും അലിഗഡ്, ബാബറി മസ്ജിദ് പൊളിക്കൽ എന്നിവയും കോൺഗ്രസ് ഭരണകാലത്തല്ലേ നടന്നത്. ഈ രക്തക്കറ കോൺഗ്രസിന്റെ കൈകളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കഴുകിക്കളയാനാകുമെന്ന് ഒരു വിദ്യാർത്ഥി ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഖുർഷിദിന്റെ മറുപടി. പ്രതികരണം ചർച്ചയായപ്പോഴും മറുപടിയിൽ ഖേദമില്ലെന്നും ഇതുതന്നെയാണ് പറയാനുള്ളത് എന്നുമായിരുന്നു സൽമാൻ ഖുർഷിദിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നീക്കത്തെ എതിർത്തും സൽമാൻ ഖുർഷിദ് രംഗത്തെത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് അവരുടെ പാപങ്ങൾക്ക് വില നൽകുന്ന സമയമാണിതെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. KSRTCയുടെ സർവീസ് ഓപ്പറേഷൻ ദേശീയ ശരാശരിക്കൊപ്പം എത്തിക്കാൻ കർശന നടപടികളുമായി മാനേജിംഗ് ഡയറക്ടർ ടോമിൻ തച്ചങ്കരി. ഇതിന്റെ ഭാഗമായി കണ്ടക്ടർമാരുടെ അതർ ഡ്യൂട്ടി നിർത്തലാക്കി. ബോർഡ് വെഹിക്കിൾ സൂപ്പർവൈസർ, ഡോക്ക് വെഹിക്കിൾ സൂപ്പർവൈസർ തുടങ്ങിയ അനധികൃത നിയമനങ്ങളും നിർത്തലാക്കും. KSRTCയെ ലാഭത്തിലാക്കുന്നതിന്റെ ഭാഗമായി ശക്തമായ നടപടികളാണ് മാനേജിംഗ് ഡയറക്ടർ സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി ഷണ്ടിംഗ് ജോലികൾ നിർത്തലാക്കി. പകരം ഡ്രൈവിംഗ് അറിയാവുന്ന മെക്കാനിക്കൽ ജീവനക്കാർ ഷണ്ടിംഗ് ജോലികൾ നിർവഹിക്കണം. മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ ഉടൻ പഠിക്കണം. റിസർവേഷൻ, കൂപ്പൺ, കൺസെഷൻ കൗണ്ടറുകളിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരെ നിയമിക്കും. മറ്റു ജീവനക്കാർ ഇത്തരം ജോലി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവരെ അതത് വിഭാഗത്തിലേക്ക് മാറ്റും. മാനേജിംഗ് ഡയറക്ടർ ടോമിൻ തച്ചങ്കരി.
16,000-ഓളം ഡ്രൈവർമാരും 16,000 കണ്ടക്ടർമാരും ഉള്ള ഈ സ്ഥാപനത്തിൽ 5,000-ഓളം വണ്ടികൾ ഓടിക്കാൻ പലപ്പോഴും പറ്റാതിരിക്കുന്ന ക്രൂ ലാക്ക് ഓഫ് ക്രൂ. അതല്ലേ മാറ്റേണ്ടത്. അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ത്യാഗങ്ങൾ അല്പം സഹിക്കണം. എല്ലാം പഴയ പോലെ ആണെങ്കിൽ KSRTC നഷ്ടത്തിൽ നിന്ന് മാറത്തില്ല. ഷണ്ടിങ്ങിന് വേണ്ടി ഡ്രൈവർമാരെ മാറ്റിയിട്ടുണ്ട്. അപ്പം മെക്കാനിക്കലോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ഒരു മടിയും കൂടാതെ ഇങ്ങനെ ഈ കടലിലേക്ക് ചെന്നിടം നദിയുടെ സ്പീഡുണ്ടല്ലോ, അതുപോലത്തെ ഒരു ഇൻട്രസ്റ്റോടുകൂടി അവർ അംഗീകരിക്കുകയാണ്. ഇത് എന്നിൽ വലിയ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ചീഫ് ഓഫീസിലും മറ്റ് ഓഫീസുകളിലും അതർ ഡ്യൂട്ടിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെയെല്ലാം അവരവരുടെ വിഭാഗത്തിലേക്ക് ഉടൻ മടക്കി അയക്കും. ജീവനക്കാരുടെ അഭാവം മൂലം സർവീസ് ക്യാൻസലേഷൻ ഉണ്ടായാൽ ബന്ധപ്പെട്ട യൂണിറ്റ് ഓഫീസർമാർ സർവീസ് ക്യാൻസലിന് വ്യക്തിപരമായി ഉത്തരവാദികളായിരിക്കും. മേഖലാ ഓഫീസർമാരും ഈ വീഴ്ചയിൽ കൂട്ടുത്തരവാദികളായിരിക്കുമെന്നും ടോമിൻ ജെ തച്ചങ്കരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് D. വിജയകുമാർ വഞ്ചിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത് വിജയകുമാറിന് മുൻപ് വക്കാലത്ത് നൽകിയിരുന്നയാൾ. അഭിഭാഷകനായിരിക്കെ എതിർകക്ഷിക്ക് വേണ്ടി ബോധപൂർവം തന്റെ കേസ് തോൽപ്പിച്ചതായും കോടതി രേഖകൾ സമയത്ത് നൽകാതെ കബളിപ്പിച്ചതായും ആക്ഷേപം. വഞ്ചന തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്ത ഹൃദയരോഗിയായ റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തുവെന്നും ഇന്നും തന്നെ വിടാതെ ദ്രോഹിക്കുന്നതായും പരാതി. വിജയകുമാറിനെതിരെ ചെങ്ങന്നൂർ സ്വദേശി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്കും രാഷ്ട്രപതിക്കും നൽകിയ പരാതിയുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. കോൺഗ്രസ് നേതാവും ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് D. വിജയകുമാറിനെതിരായിട്ടാണ് സ്വന്തം കക്ഷിയെ വഞ്ചിച്ചു എന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശിയും ഭിലായി സ്റ്റീൽ പ്ലാന്റിലെ മുൻ ഉദ്യോഗസ്ഥനുമായ വാസുദേവൻ നായരാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തെപ്പറ്റി വാസുദേവൻ നായർ പറയുന്നത് ഇപ്രകാരം: ഒരു സിവിൽ വ്യവഹാര കേസുമായി ബന്ധപ്പെട്ട് 2007 അന്നത്തെ ചെങ്ങന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റായ അഡ്വക്കേറ്റ് വിജയകുമാറിന് വക്കീൽ ഫീസ് നൽകിയ ശേഷം വക്കാലത്ത് ഒപ്പിട്ട് നൽകി. എന്നാൽ തന്റെ എതിർകക്ഷിയായ വ്യക്തിയുമായി വിജയകുമാറിന് അടുപ്പമുണ്ടായിരുന്നു എന്നത് വൈകിയാണ് മനസ്സിലാക്കിയത്. വിജയകുമാറിന്റെ ഡബിൾ ഗെയിം മൂലം കേസ് കോടതിയിൽ പരാജയപ്പെട്ടു. തുടർന്ന് വിധിപ്പകർപ്പ് നൽകാതെ തന്നെ ദ്രോഹിച്ചതിനാൽ അപ്പീൽ കൊടുക്കാനുള്ള നിശ്ചിത സമയം കഴിഞ്ഞു പോയതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡിഗ്രി ഇല്ലാതെ കോടതിയിൽ നമുക്ക് ഒരു അപ്പീൽ കൊടുക്കാൻ സാധിക്കില്ല, അതൊരു ഫാക്റ്റാണ്. പക്ഷേ അതിനുവേണ്ടി എനിക്ക് തരേണ്ടത്, എനിക്ക് കോടതി കയറി എടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ അഡ്വക്കേറ്റാണ് ഇത് വാങ്ങി തരേണ്ടത്. അപ്പോൾ അതെ സാർ, അത് ഡിലേ ഉണ്ടാകാൻ വേണ്ടി മനഃപൂർവ്വം വിജയകുമാറും കമ്പനിയും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. വിജയകുമാറിന്റെ ഓഫീസിൽ നേരിട്ടെത്തി വിധിപ്പകർപ്പ് ആവശ്യപ്പെട്ട തന്നെ കയ്യേറ്റം ചെയ്തതായും ഇതേ തുടർന്ന് തനിക്ക് നെഞ്ചുവേദന ഉണ്ടായതായും വാസുദേവൻ നായർ ആരോപിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെ തന്നെ ചോദിച്ചു, നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഈ ഡിഗ്രി കൂടെ വാങ്ങി നാരായണന് കൊടുക്കാനാണ് എന്ന് ഞാൻ ചോദിച്ചു. സർ, പിന്നെ എനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് എനിക്ക് തോന്നി. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ കോളറിന് പിടിക്കുകയാണ്. വിജയകുമാർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ കോളറിന് പിടിച്ചു. ആ കസേര, ഒരു പ്ലാസ്റ്റിക് കസേര അവിടെ സൈഡിലുണ്ടായിരുന്നു, അതിങ്ങനെ പൊക്കി അടിക്കാനായിട്ട് ഞാനങ്ങ് അപ്സെറ്റായി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായ സംഭവമാണ്. എനിക്കിപ്പോഴും ഒന്നുമില്ല, എനിക്ക് ഓർക്കുമ്പോൾ എപ്പോഴും വിഷമം. കേസ് തുടർന്ന് നടത്താനായി ഏൽപ്പിച്ച പല അഭിഭാഷകരെയും വിജയകുമാർ സ്വാധീനിക്കുന്നതായി വാസുദേവൻ പരാതിപ്പെടുന്നു. അഡ്വക്കേറ്റ് വിജയകുമാറിനെതിരെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്കും രാഷ്ട്രപതിക്കും നിലവിൽ പരാതി നൽകിയിരിക്കുകയാണ് വാസുദേവൻ. കേസിന്റെ ആവശ്യത്തിനായി പലതവണ തന്റെ കയ്യിൽ നിന്നും ഫീസ് വാങ്ങിയ ശേഷം എതിർകക്ഷിക്ക് വേണ്ടി തന്നെ ബോധപൂർവം ചതിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ. ജില്ലാ കളക്ടറുടെ കൂടെ ഒരു ഔദ്യോഗിക ദിവസം പങ്കിട്ട് 2 കുട്ടികൾ വയനാട്ടിലെ താരങ്ങളായി. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ PR സുചിത്രയും KR രഞ്ജിത്തുമാണ് കളക്ടർക്കൊപ്പം ഒരു ദിവസം പരിപാടിയിൽ പങ്കെടുത്തത്. വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി ജില്ലാ കളക്ടർ S. സുഹാസ് നടപ്പാക്കുന്ന സൗഹൃദ പരിപാടികളുടെ ഭാഗമായിരുന്നു ഇത്. രാവിലെ കളക്ടറുടെ ചേംബറിൽ നിന്നാണ് സുചിത്രയും രഞ്ജിത്തും തങ്ങളുടെ ഔദ്യോഗിക ദിവസം ആരംഭിച്ചത്. ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നാണ് ഇവർക്ക് കളക്ടറുടെ പരിപാടിക്ക് അവസരം ലഭിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളും പരിപാടികളും കളക്ടർ കുട്ടികളോട് വിശദീകരിച്ചു. എല്ലാം ചോദിച്ചറിഞ്ഞ് കുട്ടികൾ ആവേശത്തിലായി. ഡോക്ടർ ആവണമെന്ന സുചിത്രയുടെ മോഹം ആദ്യ മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കളക്ടർ ആവണമെന്നായി. കളക്ടറുടെ കൂടെ വിവിധ പരിപാടികളായിരുന്നു പിന്നീട്. ഇവിടങ്ങളിലെല്ലാം കളക്ടർക്കൊപ്പം ഇവരും പങ്കെടുത്ത് സംസാരിച്ചു. ആദിവാസി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം ഉയർത്തുവാനുമായി കളക്ടർ നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായിരുന്നു കളക്ടറോടൊപ്പം ഒരു ദിവസം. അവർക്ക് ഇത് മെയിൻലി ഗവൺമെന്റ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യും,
SSIയും സഹകരിച്ചു. കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുള്ള പ്രതിഭാ സംഗമമാണ് കലക്ടറുടെ അടുത്ത പരിപാടി. ന്യൂസ് ബ്യൂറോ, വയനാട്.